ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ഗോർമ എക്രോസ് ബോർഡേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ, ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം കേട്ടോ. അപ്പോൾ 2 പച്ചക്കായ മെഴുക്ക് പുരട്ടിയാണ്. അപ്പം ഞാനെൻ്റെ ഈ കരിന്തൊലി എന്ന് പറയും, മീതെയുള്ള ഈ ഇതങ്ങ് ചെത്തിക്കളഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിൽ കഴുകിയെടുക്കും. എന്നിട്ടാണ് മെഴുക്ക് പുരട്ടി നമ്മൾ ഉണ്ടാക്കുന്നത്. ഇത് 2 നല്ല വെയിറ്റ് ഉള്ളതാണ്. ഇത് ഒരു 1/2 കിലോ ഉണ്ട് ഇത്. പക്ഷേ ഇതിൻ്റെ തൊലിയൊക്കെ ചെത്തി ഇതൊക്കെ വെട്ടിക്കളഞ്ഞെടുക്കുമ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കുറയും. അപ്പം ഞാനിത് അരിഞ്ഞു കൊണ്ടുവരാം. അപ്പോൾ ഇത് കണ്ട, ഞാൻ ഇങ്ങനെ 2 ഇതിനെ പീല് ചെയ്ത് കൊണ്ടുവന്ന്. ഇതിപ്പോൾ ഒരു 430 ഗ്രാമേ ഉള്ളൂ കേട്ടോ. 70 ഗ്രാം കുറഞ്ഞപ്പോൾ ഇതിനെ അരിഞ്ഞെടുക്കാം. ഇതൊരു സവാള, ഇതൊരു 80 ഗ്രാം ഉണ്ട് പൊളിച്ചെടുത്തപ്പോൾ. പിന്നെ ഒരു 2-3 വെളുത്തുള്ളി അല്ലേ, ഇത്രയേ ഉള്ളൂ. വലിയ കായതുകൊണ്ട് 2ആയിട്ട് മുറിച്ചിട്ട് പിന്നെ മിഡിലിൽ കൂടെ ഒന്നിങ്ങനെ കീറിയെടുക്കും. എന്നിട്ട് നമുക്കതിനെ അരിഞ്ഞെടുക്കാം. ഓരോ പീസിനെയും നമ്മളിങ്ങനെ മിഡിലിൽ കൂടെ കീറിയിട്ടാണ് അരിഞ്ഞെടുക്കുന്നത്. ഒരു കായ 4ആയിട്ട് ഇങ്ങനെ 4 പീസായിട്ടാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് എടുക്കുന്നത്. ഒരു കായ 4 പീസ് അങ്ങനെ അരിഞ്ഞു കൊണ്ടുവന്നതാണ് ഇത്. അധികം കട്ടിയില്ല, പക്ഷേ എന്നാൽ കട്ടി കുറവുമില്ല. കാരണം നമ്മൾ പ്രഷർ കുക്കറിലല്ല, കുറച്ച് വെള്ളം ഒഴിച്ചിങ്ങനെ കുക്ക് ചെയ്തെടുക്കാനായിട്ടാണ്. നമ്മൾ നന്നായിട്ടൊന്ന് ഉപ്പ് വെള്ളത്തിൽ കഴുകിയാണ് എടുക്കുന്നത്. അരിഞ്ഞിട്ട് ഉപ്പ് വെള്ളത്തിയിട്ട് കഴുകിയെടുക്കും, എങ്കിലേ അതിൻ്റെ കറ പോകുള്ളൂ. എന്നിട്ട് ഇതിനെ നമുക്ക് ഒരു സോസ് പാനിലേക്ക് ഒരു 3/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. ഇത് ഞാൻ 3/4 കപ്പ് വെള്ളം ഒഴിച്ച് അടുപ്പിൽ വെച്ച് നമ്മൾ വെന്ത് കിട്ടാനായിട്ട് വെക്കും. ഒരു 3 മിനിറ്റ് കഴിയപ്പം നമ്മൾ അതിനെ ഒന്ന് ഇളക്കി നോക്കണം. ഒരു വലിയ തീയിലല്ല വെക്കുന്നത്. ഇതൊരു സവാളയാണ്, അതിനെയും ഇതുപോലെ അരിഞ്ഞെടുക്കും. ഒരു സവാളയെ ഇങ്ങനെ കുറുകെ ഒന്ന് മുറിച്ച ശേഷം അരിഞ്ഞെടുക്കും. അതിനെ നമ്മൾ ഇതിൻ്റെ കൂടെ വഴറ്റിയാണ് ചേർക്കുന്നത്. ഇപ്പം എന്താ ഒരു 3 മിനിറ്റ് ആയപ്പോഴാണ് ഞാൻ ഇതിനെ ഒന്ന് തുറന്നു നോക്കി. നമ്മൾ ഇടയ്ക്ക് ഒരു 3 മിനിറ്റ് അല്ലെങ്കിൽ 2 മിനിറ്റ് ആകുമ്പോൾ നമ്മൾ നോക്കണം. ഒന്ന് നല്ലോണം തിളച്ച് കഴിഞ്ഞാൽ തീ ഒന്ന് കുറച്ച് വെക്കണം. കൂടിയ തീയിൽ വെക്കരുത്, അത് പെട്ടെന്ന് വെള്ളം വറ്റിപ്പോവും. ചെറിയ തീയിൽ വെക്കണം. അപ്പം ഒരു മീഡിയം ലോ ഫ്ലെയിമിൽ ഞാൻ ഒരു 2 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇത് കുറച്ച് വെള്ളം അങ്ങ് വറ്റണം നമുക്ക്. ഇതിന് എനിക്കൊരു 6 മിനിറ്റ് എടുത്തു. ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി. ഇനി നമുക്കിതിനെ കുറച്ച് നല്ല വെളിച്ചെണ്ണയാണ്, കോക്കനട്ട് ഓയിൽ, അതാണ് ഇതിന് ടേസ്റ്റ് കിട്ടുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിക്കാം. ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചോളൂ. 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചോളൂ. എന്നിട്ട് അതിനകത്ത് 1/2 ടീസ്പൂൺ കടുകിട്ടു. കടുക് പൊട്ടപ്പോൾ നമുക്ക് ഒരു പച്ചമുളകും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടിയിട്ട് ഇതിനകത്തിട്ടൊന്ന് വഴറ്റണം. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഈ കടുക് പൊട്ടപ്പോൾ ഒന്ന് ദൂരോട്ട് വെക്കണം. സവാള ഇടുന്നത് വളരെ സൂക്ഷിച്ചു വിടണം. അപ്പോൾ നമ്മൾ ആ വെളുത്തുള്ളി ചതച്ചതും പച്ചമുളകും കറിവേപ്പിലയും എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് ഇനി ഇതിനെ നമുക്കൊന്ന് സോഫ്റ്റ് ആയാൽ മതി. ഒന്ന് സോഫ്റ്റ് ആകുമ്പോൾ നമ്മൾ ആ വെണ്ട കായും കൂടി ചേർത്ത് ഇട്ട് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് വഴറ്റി എടുക്കാം. അത്രയേ ഉള്ളൂ. ഇനി നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചില്ലി ഫ്ലേക്സ് എല്ലാം കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പം ഇത് പിന്നെ പെപ്പർ ഒന്ന് ചതച്ചത് നമ്മൾ വീട്ടിൽ തന്നെ വറുത്ത് ഇങ്ങനെ ചതച്ചെടുക്കുന്നതാണ്. അതുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം, നല്ലൊരു ടേസ്റ്റാണ്. എന്നിട്ട് ഞാൻ ഈ കായ വെന്ത് നന്നായിട്ട് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് നമ്മളൊന്ന് വഴറ്റിയെടുക്കും. എന്നിട്ട് നമ്മൾ ഉപ്പുണ്ടാന്ന് നോക്കണം. നിങ്ങൾക്ക് ഉപ്പ് കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്പം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കത് റെഡിയായി കിട്ടും. ഒരു 4-5 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ വഴറ്റണം. കാരണം അത് ആ ഉള്ളിയും കായും സ്പൈസസും എല്ലാം കൂടെ ഒന്ന് മൂത്ത് കിട്ടണമെങ്കിൽ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവും. ടോട്ടലി ഒരു 10 മിനിറ്റ് മതി. നമ്മൾ കായ അരിഞ്ഞ് വെന്ത് കിട്ടാൻ വെക്കുമ്പോൾ നമുക്ക് ആ സമയത്ത് ഉള്ളി വഴറ്റാം. ഞാനിപ്പോൾ ഒരു 1/2 ടീസ്പൂൺ നല്ല ക്രഷ് ചെയ്ത കുരുമുളകാണ് ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ചേർക്കണ്ട, അതിനൊരു നല്ല ടേസ്റ്റ് കിട്ടും. ഉണ്ടെങ്കിൽ ചേർത്താൽ മതി.
നിങ്ങളുടെ പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾ ഇടണം മുളക് പൊടി. കാരണം ഭയങ്കര എരിയാണെങ്കിൽ നമ്മൾ കുറച്ച് ചേർക്കണം, അത്ര എരിവില്ലെങ്കിൽ കൂട്ടി ചേർക്കാം. എരിവൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, എരിവും ഉപ്പും നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ ചില്ലി ഫ്ലേക്സും അതുപോലെ ചില്ലി പൗഡറും ചേർക്കണം. കുരുമുളകും കൂടി ഉണ്ടെങ്കിൽ ചേർത്താൽ കൊള്ളാം. വേണമെങ്കിൽ പച്ചമുളക് ചേർക്കാം, കുട്ടികളുണ്ടെങ്കിൽ പച്ചമുളക് ചേർക്കണ്ട. അപ്പോൾ നമ്മുടെ മെഴുക്ക് പുരട്ടി റെഡി ആയിരിക്കണം. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ട്രൈ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ബൈ.